നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 173 173. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 173. ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അഹം ഭവോ യജ്ഞ ഇമേ പ്രജേശാ ദക്ഷാദയോ യേ ഭവദാദയശ്ച സ്വർലോകപാലാ ഗഗലോകപാലാ നൃലോകപാലാ സ്ഥലലോകപാലാ. പ്രാസങ്ങളുടെ ഒരു കന്യമാസാണ്. അഹം ഭവോ യജ്ഞയിമേ പ്രജേശാ ദക്ഷാദയോ യേ ഭവദാദയശ്ച സ്വർലോകപാലാ ഖഗലോകപാലാ നൃലോകപാലാ സ്ഥലലോകപാലാ. ഞാനും ശിവനും വിഷ്ണുവും ദക്ഷൻ മുതലായ ഈ പ്രജാപതികളും ഭവാൻ മുതലായവരും ഇന്ദ്രാദികളും ഗരുഡൻ മുതലായവരും ഭൂമി പാലിക്കുന്ന രാജാക്കന്മാരും തലാദികളായ ലോകങ്ങളെ രക്ഷിക്കുന്നവരും. അവസാനിച്ചിട്ടില്ല. അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നത് രണ്ട് ശ്ലോകത്തിലേക്ക് കൂടി പോകും. അതിൻ്റെ വാക്കാർത്ഥമാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ഞാൻ, ശിവൻ, വിഷ്ണു, ദക്ഷൻ മുതലായ പ്രജാപതികൾ. നീ എന്ന് പറഞ്ഞാൽ എൻ്റെ മാനസപുത്രനായിരിക്കുന്ന നാരദൻ, സ്വർലോകത്തെ പരിപാലിക്കുന്ന ഇന്ദ്രൻ മുതലായവർ, പക്ഷിലോകത്തെ പരിപാലിക്കുന്ന ഗരുഡൻ മുതലായ പക്ഷിശ്രേഷ്ഠന്മാർ, മനുഷ്യലോകത്തെ പരിപാലിക്കുന്ന മനു മുതലായ രാജാക്കന്മാർ, പാതാള ലോകാധിപന്മാരായ അനന്തൻ, വാസുകി മുതലായവർ. അവിടെ നിൽക്കട്ടെ. അടുത്ത ശ്ലോകത്തിൽ പറയും നമ്മൾ 44. ഗന്ധർവ വിദ്യാധരചാരണേശ യേ യക്ഷരക്ഷോ ഉരഗനാഗനാഥാം ഉദരനാഗനാഥ യേ വാ ഋഷീണാം വൃഷഭാ പിതॄണാം ദൈത്യേന്ദ്രസിദ്ധേശ്വരദാനവേന്ദ്രാം. ഗന്ധർവ വിദ്യാധരചാരണേശ യേ യക്ഷരക്ഷോ ഉരഗനാഗനാഥ യേ വാ ഋഷീണാം വൃഷഭാ പിതॄണാം ദൈത്യേന്ദ്രസിദ്ധേശ്വരദാനവേന്ദ്രാ. ഇവിടെയും നിൽക്കണില്ല. അടുത്ത ശ്ലോകത്തേക്ക് പോവും. അതോടുകൂടി അധ്യായം കഴിയുന്ന 47 കഴിയാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് 44. അപ്പോൾ അവിടെ സിമ്പിൾ കാര്യങ്ങളാണ്, വാക്കാർത്ഥമില്ല അതിൽ. ഗന്ധർവന്മാർ, വിദ്യാധര ശ്രേഷ്ഠന്മാർ, ചാരണന്മാരിൽ ഉത്തമന്മാർ, അധമന്മാരും മധ്യമന്മാരും എടുത്തില്ല. ചാരണന്മാരിൽ ഉത്തമന്മാർ, യക്ഷാധിപനായ കുബേരൻ മുതലായവർ, രാക്ഷസാധിപന്മാരായ രാവണാദികൾ, ഉരകശ്രേഷ്ഠന്മാർ, നാഗശ്രേഷ്ഠന്മാർ, ഋഷിശ്രേഷ്ഠന്മാരായ വസിഷ്ഠൻ മുതലായവർ, പിതൃശ്രേഷ്ഠന്മാരായ ആര്യമാ മുതലായവർ, ദൈത്യശ്രേഷ്ഠരായ പ്രഹ്ലാദൻ മുതലായവർ, സിദ്ധശ്രേഷ്ഠന്മാരായ കപിലൻ മുതലായവർ, അസുരശ്രേഷ്ഠന്മാരായ മയൻ മുതലായവർ. അവിടെ നിൽക്കട്ടെ. അടുത്തേക്ക് പോവുക. 45-ാമത്തെ ശ്ലോകം. അന്യേ ച യേ പ്രേതപിശാചഭൂത കുഷ്മാണ്ഡയാദോ മൃഗപശ്വധീഷാഃ യൽകിഞ്ച ലോകേ ഭഗവൻ മഹസ്വതേജസ്സഹസ്വത് ബലവൽ ക്ഷമാവത്. അവിടെ സ്റ്റോപ്പുണ്ട്.
അന്യേചയേ ഈ പറഞ്ഞത് അത് കൂടാണ്ട് അന്യേചയേ പ്രേതപിശാചഭൂത കൂഷ്മാണ്ഡയാദോ മൃഗ പശ്യതീശ മൃഗപശ്യതീശാം യൽക്കിഞ്ചലോകേ ഭഗവൻ മഹസ്വദോ ഓജസ്സഹസ്വാത് ബലവൽ ക്ഷമാവത്. മറ്റുമുള്ള പ്രേതശ്രേഷ്ഠന്മാർ, പിശാചശ്രേഷ്ഠന്മാർ, ഭൂതേന്ദ്രശ്രേഷ്ഠന്മാർ, കൂഷ്മാണ്ഡശ്രേഷ്ഠന്മാർ, ജലജന്തുക്കളിൽ ഉത്കൃഷ്ടങ്ങളായവ, മോശമായിട്ടുള്ളവരെ പറ്റി പറഞ്ഞിട്ടില്ല, മൃഗങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടങ്ങളായവ, പശുക്കളിൽ ഉയർന്നവ, ലോകത്തിൽ വെച്ച് വേറെയും ഐശ്വര്യം അധികരിച്ചുള്ളവ, തേജസ്സുള്ളവ, ഇന്ദ്രിയശക്തിയുള്ളവ, മനഃശക്തിയുള്ളവ, സാമർഥ്യമുള്ളവ, ക്ഷമയുള്ളവ. കഴിഞ്ഞിട്ടില്ല, ഇനിയും പോണം. 46 ശ്രീ ഹ്രീ വിഭൂത്യാത്മവദത്ഭുതാർണം തത്വം പരം രൂപവദസ്വരൂപം പ്രാധാന്യതോയാൻ നൃഷ ആമനന്തി ലീലാവതാരാൻ പുരുഷസ്യ ഭൂംനാം. അവിടെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ശ്രീ ഹ്രീ വിഭൂത്യാത്മവദത്ഭുതാർണം തത്വം പരം രൂപവദസ്വരൂപം പ്രാധാന്യതോയാൻ നൃഷ ആമനന്തി ലീലാവതാരാൻ പുരുഷസ്യ ഭൂംനാം. വാക്കർത്ഥമില്ല, ഭാവാർത്ഥാണ്. ശോഭ, ലജ്ജ, മാഹാത്മ്യം, ബുദ്ധി ഈ ഗുണമുള്ളവ ഒക്കെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അംശങ്ങളാണതൊക്കെ. ശോഭ, ലജ്ജ, മാഹാത്മ്യം, ബുദ്ധി ഈ ഗുണങ്ങളുള്ളവ, ആശ്ചര്യമായ വർണ്ണമുള്ളത്, രൂപമുള്ളത്, രൂപമില്ലാത്തത്, ഇവ സകലവും പരത്വം തന്നെ. ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്, പരത്വം തന്നെ. എന്താ ചെയ്യാം? ഹേ നാരദ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരംപുരുഷൻ തൻ്റെ ലീലയാൽ സ്വീകരിച്ചതായ ഏതേത് അവതാരങ്ങളെ ജ്ഞാനികൾ അറിയുന്നുവോ? കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ ശ്ലോകം 47, 2 വരിയുള്ളൂ. ആപീയതാം കർണകഷായ ശോഷാൻ അനുക്രമിഷ്യേ തയമാൻ സുപേശാൻ. ആപീയതാം കർണകഷായ ശോഷാനനുക്രമിഷ്യേ തയ്യബാൻ ശുഭേഷാൻ. അവിടെ വാക്കാർത്ഥം പറയണം. കർണദോഷങ്ങളെ നശിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തതെന്നല്ല, തിന്മ കേൾക്കുന്നതാണ് കർണത്തിൻ്റെ ദോഷം. കർണത്തിൻ്റെ നന്മ എന്താണ്? ഈശ്വരീയമായ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് കർണത്തിൻ്റെ ഗുണം. ദോഷമുള്ളത് കേൾക്കാൻ പാടില്ല. അപ്പോൾ കർണദോഷങ്ങളെ നമിഷിക്കുന്ന മനോഹരങ്ങളായ ഇവയെ എന്നോട് ക്രമത്തിൽ പറയാം. ശ്രദ്ധയോടുകൂടി കേട്ടുകൊള്ളുക. ശ്രദ്ധയോടുകൂടി കേട്ടാൽ കേൾക്കുന്നവർക്ക് നന്ന്. ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ കർണമലങ്ങളെ ശോഷിപ്പിക്കുന്ന സുന്ദരതരങ്ങളായ ആ അവതാരങ്ങളെ അങ്ങയോട് ഞാൻ പറയാം. ഇപ്പം ഇത്രയൊക്കെ ആൾക്കാരെ പറ്റി പറഞ്ഞുവല്ലോ. ആ അമൃതത്തെ നന്നായി പാനം ചെയ്തു കൊടുക്കുക. ഭാഗവത കഥാസാര തത്വത്തെ, ഭാഗവതമാകുന്ന കഥാതത്വങ്ങളെ അതാണ് കാതിന് ഇമ്പമുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ. അതകത്ത് ചെന്ന പുഷ്ടിണ്ടാവും. നേരെ മറിച്ച് കാതിന് ദോഷമുള്ള കാര്യങ്ങൾ, പരനിന്ദ മുതലായുള്ള കാര്യങ്ങൾ കേട്ടാൽ ആ ശരീരം ശോഷിക്കും. അപ്പോൾ ശരീരം പോഷിക്കണോ ശരീരം ശോഷിക്കണോ, അത് ഇറ്റ് ഈസ് അപ് ടു യു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ മനന നിരൂപണ പ്രകരണേ സാമഗാന നിരൂപണം നാമ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായി? 6-ാമത്തെ അധ്യായം അവിടെ കഴിയാണ് ദ്വിതീയ സ്കന്ധത്തിൽ. ഇന്ന് തീയതി 3 ട്യൂസ്ഡേ. ഇതെന്തിനാണ് എഴുതി വയ്ക്കണ വെച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് മൈ ഇൻട്രസ്റ്റ്. ഇത് എപ്പോഴാണ് കഴിയുക?
അപ്പോൾ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടുമല്ലോ നമുക്ക്. പിന്നെ എൻ്റെ കാലശേഷം ഇതാരാ വായിക്കുകയെന്ന് എനിക്ക് പറയാൻ വയ്യ. അവർക്കറിയാം ഞാൻ എത്രാമത്തെ വയസ്സിലാണിത് പറഞ്ഞത് എന്നുള്ളത്. ഇതൊക്കെയാണ് ഇൻട്രസ്റ്റ്, അല്ലാണ്ടൊന്നുമില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 2ാം സ്കന്ധം 7ാം അധ്യായം. ബ്രഹ്മോവാച. 1ാം ശ്ലോകം. യത്രോദ്യത ക്ഷിതിതലോദ്ധരണായ ബിഭ്രത് ക്രൗഡീം തനും സകലയജ്ഞമയീമനന്താം അന്തർമഹാർണവ ഉപാഗതമാതിദൈത്യം തം ദപ്ഷയാദ്രിം ഇവ വജ്രധരോ ദധാരാം. യത്രോദ്യതക്ഷിതിതലോദ്ധരണായ ബിഭ്രൽ ക്രൗഡീം തനും സകലയജ്ഞമയീമനന്താ അന്തർമഹാർണവ ഉപാഗതമാതിദൈത്യം തം ദംശയാദ്രിമിവ വജ്രധരോ ദധാര. എപ്പോൾ അവസാനമില്ലാത്തവൻ ഭൂതലത്തെ ഉയർത്തുവാനായിക്കൊണ്ട് സകല യാഗസ്വരൂപമായും, അതായത് വരാഹരൂപത്തിലേക്കാണ് പോകുന്ന കഥ. സകല യാഗസ്വരൂപമായും വരാഹസംബന്ധിയുമായിരിക്കുന്ന ശരീരത്തെ, ഇതാണല്ലോ ഈ 1-ാം ദിവസം അവസാനം വരാഹാവതാരം വരിക. വളരെ വർഷമായില്ലേ. അപ്പോൾ ഏറെക്കുറെ 170 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി അരമണിക്കൂർ കൂട്ടുക. അപ്പോൾ എത്ര മണിക്കൂർ കൊടുത്തു? 170 എന്ന് പറയുമ്പോൾ 85. ഞാൻ മുഴുമിച്ചിട്ടില്ല. ഇത് ഈ 2ാം സ്കന്ധം കഴിഞ്ഞിട്ടില്ല. 2ാം അല്ലേ, ഇനിയുണ്ടത്. അപ്പോൾ ഇപ്പോൾ ആ സമയത്ത് 85 മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് 5 മണിക്കൂറിൽ വായിച്ച 5 മണിക്കൂറിൽ നമ്മൾ, അല്ലേ? സാരമില്ല. ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഐ ആം നോട്ട് എക്സ്പ്ലെയിനിങ്, ഐ ആം ജസ്റ്റ് റീഡിങ് ആൻഡ് എൻജോയിങ് മൈസെൽഫ്. അത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കണമെന്ന് മാത്രം, മനസ്സിലായില്ലേ? അപ്പോൾ വരാഹസംബന്ധിയായിരിക്കുന്ന ശരീരത്തെ ഭരിച്ചവനായിട്ട് ഉത്സാഹിച്ചുവോ. ആ ഉത്സാഹിച്ചുവോ എന്നുള്ളത് നമ്മുടെയൊക്കെ പരമപ്രധാനമായിട്ടുള്ളതാണ്. ഉത്സാഹം ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ട്. ഉത്സാഹിച്ച് അപ്പോൾ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തിൽ പ്രാപിച്ച ആദിദൈത്യനായ ഹിരണ്യാക്ഷനെ, ഈ ഹിരണ്യാക്ഷനാണ് ദൈത്യം എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു ഈ ജയവിജയന്മാരുടെ ആദ്യത്തെ അവതാര, ഭൂമണ്ഡലത്തിലെ അസുരന്മാരായിട്ട്. ദംശം കൊണ്ട് ഇന്ദ്രൻ പർവ്വതത്തെ എന്ന പോലെ പിളർന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം, വാക്കാർത്ഥം. അപ്പം ഇനി ചെറിയ ഒരു ലൈനിൽ ഈ 4 പേരുടെ അർത്ഥം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു 2 വരിയിലെ ഒരു പ്രിയാമ്പിൾ പറയും, എന്നിട്ട് മുഴുവൻ പറയും, ഭാവാർത്ഥം പറയും. അപ്പോൾ പ്രിയാമ്പിൾ എന്താ? ഈ അധ്യായത്തിൽ ഭഗവാൻ സ്വീകരിച്ചതായ ലീലാവതാരങ്ങളെയും ആവശ്യങ്ങളെയും കർമ്മങ്ങളെയും ബ്രഹ്മാവ് നാരദ മുനിയോട് സംഗ്രമമായി ഉപദേശിച്ചു. സംഗ്രമം. ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയെ ഉദ്ധരിക്കുവാൻ വേണ്ടി സകലയാഗസ്വരൂപമായ വരാഹ ശരീരത്തെ ധരിച്ച നാശരഹിതനായ ഭഗവാൻ മായയെ ഉപോത്ഫലകമായിട്ടാണ് മൃഗത്തിൻ്റെ വേഷം. അല്ലാണ്ട് ഭഗവാൻ മൃഗമല്ല. എന്നാൽ മൃഗത്തിൽ ഭഗവാൻ ഉണ്ടേനും. എങ്ങനെ? ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ ഏകോ ജീവ. അപ്പോൾ 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സ്, അവർ എമൗണ്ടിങ് ടു കോടാനുകോടി, അതിലൊക്കെ ഭഗവത് ചൈതന്യമുണ്ട്. അപ്പം ഭാരതീയ തത്വശാസ്ത്രത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ശ്രമിച്ചവരൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, ശ്രമിക്കാത്തവരൊക്കെ ഭാഗ്യഹീനന്മാരാണ്. പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ നാശരഹിതനായ ഭഗവാൻ ശ്രീ നാരായണൻ മഹത്തായ സമുദ്രത്തിനുള്ളിൽ പ്രവേശിച്ചവനും ആദിദൈത്യനുമായ ഹിരണ്യാക്ഷനെ തേറ്റപ്പല്ലുകൊണ്ട്
ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതത്തെ എന്ന പോലെ പിളർന്നു എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്തു. അപ്പോൾ പിന്നെ എന്താണെന്നാ പറയുക, ഗത കൊണ്ട് അടിച്ചു എന്ന് വേറെ സ്ഥലത്ത് പറയണു. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അർത്ഥം എന്താ വെച്ചാൽ മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ ശ്ലോകം പറയണു, ജാതോ രുചേരജനയൽ സുയമാൻ സുയജ്ഞ ആകൂതി സൂനുരമരാ മരാനധ ദക്ഷിണായാം ലോകത്രയസ്യ മഹതീ മഹരദ്യതാർത്തീം സ്വയംഭുവേന മനുനാ ഹരിരിത്യനുക്ത. ജാതോ രുചേരജനയൽ സുയമാൻ സുയജ്ഞ ആകൂതി സൂനുരുമരാനധ ദക്ഷിണായാം ലോകത്രയസ്യ മഹതീ മഹരദ്യതാർത്തീം സ്വയംഭുവേന മനുനാ ഹരിരിത്യനുക്താം. ഹരിരിത്യനുക്ത ദീർഘമുണ്ട്. അതിൽ അർത്ഥം പറയണത് രുചിയിൽ നിന്ന് സുയജ്ഞൻ എന്ന് പേരുള്ളവനും, അവിടെ രുചി എന്നുള്ളത് ഒരു സ്ത്രീയുടെ പേരാണ്. രുചിയിൽ നിന്ന് സുയജ്ഞൻ എന്ന പേരുള്ളവനും ആകൂതിയുടെ പുത്രനായിട്ട് ദക്ഷിണയിൽ സുയമന്മാരെ ജനിപ്പിച്ചു. ലോകത്രയത്തിൻ്റെ മഹതിയായ ദുഃഖത്തെ ഹരിച്ചു. യാതൊരു കാരണത്താൽ സ്വയംഭുവനെന്ന മനുവിനാൽ ഹരി എന്ന പേരിൽ അവതരിച്ചു, സ്തുതിക്കപ്പെട്ടു. അതാണ് വാക്കാർത്ഥം. ഇനി ഭാവാർത്ഥം പറയുമ്പോൾ, ശ്രീ ഭഗവാൻ രുചി എന്നു പേരായ പ്രജാപതിക്ക് ആകൂതി എന്ന സ്ത്രീയിൽ സുയജ്ഞൻ എന്ന പേരോടുകൂടി അവതരിച്ചു. പിന്നെ ദക്ഷിണ എന്ന സ്ത്രീയിൽ സുയമന്മാർ എന്ന ദേവന്മാരെ ജനിപ്പിച്ചു. ഈ വിധം സുയജ്ഞൻ 3 ലോകത്തിലും അക്കാലത്തുണ്ടായിരുന്ന വലുതായ ദുഃഖത്തെ തീർത്ത് രക്ഷിച്ചപ്പോൾ സ്വയംഭുവ മനു ശ്രീഹരി എന്ന് ചൊല്ലി സ്തോത്രം ചെയ്തു. സ്വയംഭുവനു ശ്രീഹരി എന്ന് ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. 3-ാമത്തെ ശ്ലോകം, ജജ്ഞേ ച കർദ്ധമഗൃഹേ ദ്വിജദേവഹൂത്യാം സ്ത്രീഭിः സമം നവഭിരാത്മഗതിം സ്വമാത്രേ ഊചേയയാ ആത്മശമലം ഗുണസംഗഭംഗ അസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രഭേദേ. ജജ്ഞേ ച കർദമഗൃഹേ ദ്വിജദേവഹൂത്യാം സ്ത്രീഭിः സമം നവഭിരാത്മഗതിം സ്വമാത്രേ ഊജേയയാ ആത്മശമലം ഗുണസംഗഭംഗം അസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രഭേദേ. അവിടെ ഹേ ബ്രാഹ്മണ, കർദമഗൃഹത്തിൽ ദേവഹൂതിയിൽ 9 സ്ത്രീകളോടുകൂടെ ജനിക്കുകയും ചെയ്തു. സ്വമാതാവിനായിക്കൊണ്ട് ബ്രഹ്മവിദ്യയെ, ആത്മഗതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യയാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയും. അപ്പോൾ ആത്മവിദ്യ പറഞ്ഞാൽ ബ്രഹ്മവിദ്യയെ പറഞ്ഞു. യാതൊന്നിനാൽ ആത്മശമലം, മനസ്സിന് മലത്തെ ഉണ്ടാക്കി തീർക്കുന്ന ഗുണസംഗരൂപമായ ചളിയെ. നോക്കൂ, ഇവിടെ പ്രകൃതിയുടെ ഗുണമാണ് തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. അതിൽ ഭേദം സാത്വിക ഗുണ. പക്ഷെ ഭഗവാൻ ആരാ? ഭഗവാൻ നിരാകാരനാണ്, ഗുണാതീതനാണ്, ഗുണങ്ങൾക്ക് അതീതനാണ്. അപ്പോൾ ഗുണത്തിന് അധീനന്മാരായാൽ ഗുണാതീതമായ ചൈതന്യത്തിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാം ഭഗവത് പാദാരവിന്ദത്തിൽ വെച്ച് കാക്കണേ പ്രസീത എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ കടഞ്ഞിട്ട് കപിലൻ്റെ ഗതിയെ പ്രാപിച്ചു. അതിന് വേറെ ഇത് വരുന്നുണ്ട്, പിന്നെ കപിലോപാഖ്യാനം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഹേ നാരദ, ആ ഭഗവാൻ ശ്രീനാരായണൻ കർദമ പ്രജാപതിയുടെ ഭാര്യയായ ദേവഹൂതിയിൽ കപിലൻ എന്ന പേരോടുകൂടെ 9 സഹോദരികളുടെ സഹോദരനായിട്ട് ജനിച്ചു. അമ്മയായ ദേവഹൂതിക്ക് ബ്രഹ്മസ്വരൂപത്തെ ഉപദേശിച്ചു. ബ്രഹ്മത്തിൻ്റെ സ്വരൂപം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സ്വരൂപത്തെ ഉപദേശിച്ചു എന്നാണ്. ഇതൊന്നും
സപ്താഹത്തിൽ പറയാൻ പറ്റില്ല. അതാണ് വിഷമം. അപ്പോൾ ബ്രഹ്മസ്വരൂപത്തെ ഉപദേശിച്ചു. ദേവഹൂതി ആ ബ്രഹ്മവിദ്യയാൽ ആ ജന്മത്തിൽ തന്നെ മനസ്സിനു മാലിന്യത്തിനെ ഉണ്ടാക്കി തീർക്കുന്ന വിഷയങ്ങളോടുള്ള സംഘമാകുന്ന ദോഷത്തെ നീക്കി കപില ഭഗവാന്റെ ഗതിയെ അടഞ്ഞു. അപ്പം നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അതാണ്. എവറിതിങ് ഈസ് പോസിബിൾ. ഇപ്പം പോയാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അത് സത്യമാണ്. പക്ഷേ എങ്ങനെ കാണണം? അന്തരംഗത്തിൽ കാണണം. അവിടെ പോയി 14 മണിക്കൂർ നിന്നിട്ട് കാണുകയല്ല പറഞ്ഞത്. അന്തരംഗത്തിൽ അകത്തുള്ള മാലിന്യങ്ങളെ കഴിഞ്ഞാലാണ് ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ. അപ്പോൾ 4-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. അത്രേരപത്യം അഭികാംക്ഷത ആഹതുഷ്ടോ ദത്തോ മയാ അഹമിതി യൽ ഭഗവാൻ സദത്ത യൽ പാദപങ്കജപരാഗപവിത്രദേഹ യോഗർദ്ധിമാ പുരുഭയീം യദുഹൈഹയാദ്യാം. അത്രേരപത്യം അഭികാംക്ഷത ആഹതുഷ്ടോ ദത്തോ മയാ അഹം ഇതി യൽ ഭഗവാൻ സദത്ത. ദത്താത്രേയർ. യൽപാദപങ്കജപരാഗപവിത്രദേഹ. അവിടെ വലിയൊരു എന്താണെന്ന് പറയാം, അനുഭവപൂർണമായ ഒരു ഭക്തിരസത്തെ പറഞ്ഞു. യത് പാദപങ്കജ പരാഗപവിത്രദേഹ. ഭഗവത് പാദാരവിന്ദത്തിൽ പരാഗപവിത്രമാകുന്ന ദേഹത്തെ ഉണ്ടായിന്ന അല്ലേ. യോഗാധിമാം പുരുഭയീം യദുഹൈഹയാദ്യ. യോഗർദ്ധിമാം പുരുഭയീം യദുഹൈഹയാദ്യാം. അപ്പം അവിടെ സന്താനത്തെ ആഗ്രഹിച്ചവനായ അത്രിയെക്കുറിച്ച് സന്തോഷമുള്ളവനായിട്ട് എന്നാൽ ഞാൻ ദാനം ചെയ്യപ്പെട്ടവനായി എന്ന് പറഞ്ഞു എന്നതിനാൽ ആ ഭഗവാൻ ദത്തൻ എന്നു പേരോടുകൂടെ ജനിച്ചു. യാതൊരുവൻ്റെ പാദമാകുന്ന താമരയിൽ നിന്നുണ്ടായ പൊടിയാൽ പരിശുദ്ധമായ ശരീരത്തോടുകൂടിയ, അതാണ് യത്പാദപങ്കജ പരാഗപവിത്രദേഹ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞത്. യാതൊരുവിൻ്റെ പാദമാകുന്ന താമരയിൽ നിന്നുണ്ടായ പൊടിയാൽ പരിശുദ്ധമായ ശരീരത്തോടു കൂടിയ യദുഹൈഹയൻ മുതലായവർ 2 വിധത്തിലിരിക്കുന്ന യോഗസമൃദ്ധിയെ പ്രാപിച്ചു. യോഗസമൃദ്ധിയെ പ്രാപിച്ചു എന്നാണ് അതിൻ്റെ ഭാവാർത്ഥം. പുത്രനെ പ്രാർത്ഥിച്ച അത്രിയുടെ നേരെ സന്തുഷ്ടനായ ഭഗവാൻ, ഹേ മുനെ, ഞാൻ എന്നെ അങ്ങയ്ക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അങ്ങയ്ക്ക് മകനായിട്ട് ജനിക്കാമെന്നർത്ഥം. ഞാൻ എന്നെ അങ്ങയ്ക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനാൽ ദത്തൻ സ്വീകരിച്ചോളൂ എന്ന പേരോടുകൂടെ ആ മുനിയുടെ പുത്രനായിട്ട് അവതരിച്ചു. ആ ദത്തൻ്റെ പാദാരവിന്ദധൂളിയാൽ പരിശുദ്ധമായ ശരീരത്തോടു കൂടിയ യയാതിപുത്രനായ യദു, ഹൈഹയദേശരാജാവായ കാർത്യവീരാർജുനൻ എന്നിവർ ഐഹികവും, ഐഹികം എന്ന് പറഞ്ഞാൽ ലൗകികം എന്നർത്ഥമായി, ആമുഷ്മികവുമായ യോഗാഭിവൃദ്ധിയെ പ്രാപിച്ചു. മുക്തിയെയും ഭുക്തിയെയും അടഞ്ഞുവെന്ന് സാരം. ഭുക്തിമുക്തിപ്രദ. ഭുക്തി ആദ്യം, പിന്നെ മുക്തി. തപ്തം തപോ വിവിധ ലോകശുശ്രൂഷയാമേ ആദോസനാൽ സ്വതപസനോ അഭൂത് പ്രാകൽപസംപ്ലവ വിനഷ്ടം ഇഹാത്മതത്വം ഇഹം ആത്മതത്വം സമ്യക് ജഗാദ മുനയോ യദചക്ഷദാത്മൻ. തപ്തം തപോ വിവിധ ലോകശുശ്രൂഷയാമേ ആദോസനാൽ സ്വതപസനോ ഭൂത് പ്രാകൽപസംപ്ലവ
വിനിഷ്ടമിഹാത്മതത്വം സമ്യക് ജഗാത മുനയോ യഥചക്ഷതാത്മൻ. അതിൻ്റെ വാക്കർത്ഥം കേൾക്കുക. എന്നാൽ 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 ആദിയിൽ ബഹുവിധ ലോകങ്ങളെ സൃഷ്ടിപ്പാനുള്ള ആഗ്രഹത്താൽ തപസ്സാചരിക്കപ്പെട്ടു. എന്തിനും അനുഷ്ഠാനം വേണം. തൻ്റെ തപസ്സിൻ്റെ സമർപ്പണം ഹേതുവായിട്ട് ആ ഭഗവാൻ 4 സനനായിട്ട് ഭവിച്ചു. സനൽകുമാരൻ, സനകാദികളെന്ന് പറയും. ചതുസന, 4 സനനായിട്ട്. അവർ കഴിഞ്ഞ കൽപ്പത്തിൽ നശിച്ചു പോയതായ ആത്മതത്വത്തെ ശരിയായിട്ട്, കഴിഞ്ഞ കൽപ്പത്തിൽ നശിച്ച ആത്മതത്വത്തെ ഇപ്പോൾ പുനരുദ്ധരിപ്പിച്ചു എന്നർത്ഥം. യാതൊന്നിനാൽ മുനികൾ ആത്മാവിൽ ദർശിച്ചു. അവർ പറഞ്ഞ തത്വമാണ് ബാക്കിയുള്ള മുനീശ്വരന്മാർ. സനൽകുമാരൻ, സനന്ദൻ, സനൽകുമാരൻ, അങ്ങനെ 4 ആൾക്കാരുണ്ട്. എനിക്കതിൻ്റെ പേര് കാണാൻ പാടറിയില്ല. ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ലോകങ്ങളെയും സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹത്താൽ ആദിയിൽ തപസ്സാചരിച്ചു. ശരിയാണ്. അഖണ്ഡിതമായ, ഖണ്ഡിക്കപ്പെടാൻ പറ്റാത്തതായ എൻ്റെ ആ തപസ്സിനെ ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചതുകൊണ്ട്, അതായത് കാമത്തിനല്ല, നിഷ്കാമനായിട്ട് സമർപ്പിച്ചതുകൊണ്ട് ശ്രീനാരായണൻ സനൻ എന്ന ശബ്ദമുള്ള 4 നാമധേയങ്ങളോടുകൂടി 4 മൂർത്തികളായി അവതാരം ചെയ്തു. അവരാണ് ഇവിടെ ഉണ്ട് പേരിട്ടു. സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനൽ സുജാതൻ എന്നാണ് പേരുകൾ. താല്പര്യമുള്ളവർക്ക് അത് എഴുതി വയ്ക്കാം. സനകാദികളെന്ന് പറഞ്ഞാൽ സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനൽ സുജാതൻ. അപ്പോൾ എന്ന 4 മഹർഷിമാർക്ക് കുമാരന്മാർ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്.